ഹലോ, എല്ലാവർക്കും ഷജീസ് വ്ലോഗ്സിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഞാൻ ഷോർട്ടിൽ പറഞ്ഞ പോലെ ഒരു എനർജി ഇല്ലാത്തൊരു അവസ്ഥ. എന്ത് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാലും മനസ്സിലൊരു വല്ലാത്തൊരു മടുപ്പ്. എനിക്കൊന്നും വിജയിക്കാൻ പറ്റില്ല എന്നുള്ളൊരു തോന്നല്. ഒന്നും ചെയ്യാനായിട്ട് പറ്റുന്നുമില്ല, ഒന്നും ചെയ്യാനായിട്ട് ഒരു താല്പര്യവും ഇല്ല. നമ്മൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ തന്നെ നമ്മൾ ഏറ്റവും താഴെ നിൽക്കുവാണ്. നമ്മൾ ഒരു ആൾക്കൂട്ടത്തിനിടയിൽ പോയി കഴിഞ്ഞാലും നമ്മള് നമ്മുടെ സമൂഹത്തിലുള്ള മറ്റൊരാളുമായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാലും നമ്മൾ അവരിൽ നിന്നൊക്കെ ഒരുപാട് പടി താഴെയാണ് എന്നുള്ളൊരു ഫീലിംഗ് ആണ് നിങ്ങളുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാവുന്നത്. നമ്മൾ എപ്പോഴും മറ്റുള്ളവരുമായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കമ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെല്ലാവരും നല്ല മെച്ചപ്പെട്ട രീതിയിൽ ജീവിക്കുന്നു, അവരെല്ലാവരും നല്ല സന്തോഷത്തോടു കൂടി 24/7 ഹാപ്പിനെസ്സിൽ അവർ ജീവിക്കുന്നു. നമുക്ക് എന്താണ് പറ്റുന്നത്? നമ്മുടെ എനർജി എവിടെയാ പോയത്? നമ്മൾ എന്താ ഇത്രയും ലോ എനർജി ആയിട്ട് നമ്മൾ ഇരിക്കുന്നത്? എത്രയൊക്കെ ശ്രമിച്ചിട്ടും നിങ്ങൾക്ക് പലർക്കും ഫീൽ ചെയ്യുന്നുണ്ടാവും, എത്രയൊക്കെ ഞാൻ ശ്രമിച്ചിട്ടും ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ലെവലിലേക്ക് എനിക്ക് എത്താനായിട്ട് എനിക്ക് കഴിയുന്നില്ല എന്നൊരു തോന്നല്. ഇങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ, ഇങ്ങനെ ഒരു ചിന്ത നിങ്ങളെ വിഷമിപ്പിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾ പുതിയ കണ്ണിലൂടെ നമ്മൾ കാര്യങ്ങളെ നോക്കി കാണാനായിട്ട് നമ്മൾ ശ്രമിക്കും. ഓരോ കാര്യങ്ങൾ റൈറ്റ് ആയിട്ടുള്ള ഒരു പെർസ്പെക്റ്റീവിൽ നമ്മൾ വെക്കാനായിട്ട് നമ്മൾ ശ്രമിക്കും. നമ്മൾ ശരിക്കും ഒരു പുതിയൊരു മനുഷ്യനായിട്ട് നമ്മൾ മാറും. നമ്മൾ ചെയ്യണം എന്ന് വിചാരിച്ച് നമ്മൾ മാറ്റി വെക്കുന്നൊക്കെ നമ്മൾ വളരെയധികം ഇൻട്രസ്റ്റോട് കൂടി വളരെയധികം എനർജറ്റിക് ആയിട്ട് നമ്മൾ അതിലേക്ക് നമ്മൾ ഇറങ്ങിത്തിരിക്കും ഉറപ്പായിട്ടും. പക്ഷെ ഇതെല്ലാം സംഭവിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റ് ആയിട്ട് ചേഞ്ച് ചെയ്യേണ്ടുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? നിങ്ങളുടെ മനോഭാവം, നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ്. ആദ്യം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നറിയോ? നമ്മുടെ കൺട്രോളിൽ അല്ലാത്ത കാര്യങ്ങള്, നമ്മളെ കൊണ്ട് നിയന്ത്രിക്കാൻ പറ്റാത്തതായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ ഫോക്കസ് കൊടുക്കാതിരിക്കുക. അല്ല, നമ്മൾ നമ്മളെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളിലേക്ക് നമ്മൾ അറ്റൻഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ യാതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല, അല്ലെ? നമ്മൾ മെന്റലി ഡൗൺ ആവുന്നതല്ലാതെ അവിടെ ഒരു പ്രോഗ്രസ്സും ഉണ്ടാകാനായിട്ട് പോകുന്നില്ല. അപ്പൊ നിങ്ങൾ ആദ്യം സ്റ്റോപ്പ് ചെയ്യാനുള്ളത് നിങ്ങളുടെ കൺട്രോളിൽ അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ കംപ്ലീറ്റ്ലി നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുക. മനസ്സിലായോ? അതിലേക്ക് നിങ്ങൾ അറ്റൻഷൻ കൊടുക്കാതിരിക്കുക. അതവിടെ സംഭവിക്കും. നമ്മൾ ഇനി എന്തൊക്കെ നമ്മൾ ചെയ്തു കഴിഞ്ഞാലും ആ നമ്മളെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ അത് അവിടെ സംഭവിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. ജീവിതത്തിൽ എപ്പോഴും ജീവിതത്തിന്റെ ഒരു പോക്ക് എന്ന് പറയുന്നത്, ഒരു ദിശ എന്ന് പറയുന്നത് ഓരോ സംഭവങ്ങളോട് നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു, നമ്മൾ ഓരോ സംഭവങ്ങളെ എങ്ങനെ നോക്കി കാണുന്നു എന്നതിനനുസരിച്ചിട്ടാണ് അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത്, അല്ലെ? അതിന്റെ ഔട്ട്കം വരുന്നത് നമ്മൾ എങ്ങനെ നോക്കി കാണുന്നു എന്നതിനെ അനുസരിച്ചിട്ടാണ്, അല്ലെ? അതായത് നമ്മുടെ ഭാഗത്തുനിന്ന് നമ്മുടെ ഒരു കാഴ്ചപ്പാടില് നമ്മൾ എങ്ങനെ ഒരു സംഭവത്തോട്, ഒരു സാഹചര്യത്തോട് നമ്മൾ എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്നതിനനുസരിച്ചിട്ടാണ് അതിന്റെ ഒരു ഔട്ട്കം വരുന്നത്. നമ്മുടെ ചുറ്റുപാടും ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ടാവും. അപ്പൊ നമ്മൾ അവിടെ ചിന്തിക്കേണ്ടത് എന്താണ്? ആ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ ലൈഫിലേക്ക് എടുത്തു വെക്കണമോ? അതിന് ഞാൻ എങ്ങനെ റെസ്പോണ്ട് ചെയ്യണം എന്നുള്ള കാര്യം ആരാ തീരുമാനിക്കേണ്ടത്? നിങ്ങൾ തന്നെയല്ലേ തീരുമാനിക്കേണ്ടത്. അത് നമ്മളെ ടച്ച് ചെയ്യാനായിട്ട് അനുവദിക്കണമോ, നമ്മുടെ ഭാഗത്തുനിന്ന് നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ കയറ്റണമോ എന്നുള്ളത് നമ്മളാണ് തീരുമാനിക്കേണ്ടത്, അല്ലെ? ഇവിടെയാണ് നിങ്ങളുടെ മനോഭാവത്തിന്റെ പ്രസക്തി എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയോ, നമ്മളെല്ലാവരും റെസ്പെക്ട് ചെയ്യണമെന്ന് നമുക്ക് വാശി പിടിക്കാനായിട്ട് പറ്റത്തില്ല, അല്ലെ? അത് നമ്മുടെ കൺട്രോളിലൊന്നും അല്ല. നമ്മളെ ഓരോരുത്തർ റെസ്പെക്ട് ചെയ്യണമെന്ന് തീരുമാനിക്കണമെന്ന് നമ്മളല്ല, അല്ലെ? അപ്പൊ അത് നമ്മുടെ കൺട്രോളിൽ, എക്സാമ്പിൾ പറയാം, നമ്മുടെ കൺട്രോളിൽ നിൽക്കാത്ത കാര്യമാണ്. അപ്പൊ നമ്മൾ അവിടെ എന്താ നമ്മൾ ചെയ്യേണ്ടത്? നമ്മൾ അത് എക്സ്പെക്ട് ചെയ്യാതെ എല്ലാവരും നമ്മളെ റെസ്പെക്ട് ചെയ്യണം എന്നുള്ള കാര്യം നമ്മൾ റെസ്പെക്ട് ചെയ്യാതെ നമ്മൾ എന്തോ ചെയ്യണം? നമ്മളെ റെസ്പെക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക. നമുക്ക് ഒരു വാല്യൂ കൊടുക്കാൻ പറ്റും, അല്ലെ? നമുക്ക് മറ്റുള്ളവർ നമ്മളെ വാലിഡേറ്റ് ചെയ്യണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നതിന് പകരം നമ്മളെ റെസ്പെക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നമ്മൾ ആദ്യം മാറ്റേണ്ടുന്ന ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് നമ്മളെ എങ്ങനെ നോക്കി കാണുന്നു എന്നതാണ്. നമുക്ക് നമ്മളെ കുറിച്ചുള്ള മനോഭാവം മാറ്റുക എന്നുള്ളതാണ് ഫസ്റ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്. നമ്മൾ എപ്പോഴും നമ്മുടെ ഉള്ളിലെ ആ ഒരു പോസിറ്റിവിറ്റി നമ്മൾ കൊണ്ടുവരണം. എന്ത് കാര്യത്തിന് ഇറങ്ങുമ്പോഴും ഇത് എന്നെ കൊണ്ട് പറ്റും, ഇറ്റ്സ് ഈസി ഫോർ മീ, നമ്മൾ നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു കോൺഫിഡൻസ് കൊടുക്കുക. നമ്മുടെ മനോഭാവത്തെ ആദ്യം നമ്മൾ മാറ്റിയെടുക്കുക. ഒരു കാര്യം അപ്രോച്ച് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ആ മനോഭാവം ഒന്ന് മാറ്റി അതൊന്ന് സെറ്റാക്കി നമ്മുടെ മൈൻഡ് നല്ലൊരു മെന്റൽ ടഫ്നെസ് കൊടുത്തുകൊണ്ട് എനിക്ക് അതിലേക്ക് ഇറങ്ങിത്തിരിക്കാനായിട്ട് പറ്റും, ഞാനത് അച്ചീവ് ചെയ്യാൻ പറ്റും, എനിക്ക് ഒരുപാട് കഴിവുകളുണ്ട്. നമുക്കൊന്നും അറിയാനിട്ടാണ് കേട്ടോ നമ്മുടെ കഴിവുകൾ. നമ്മൾ ഓരോരുത്തർക്കും
എനോർമസ് ആയിട്ടുള്ള കഴിവുകളുണ്ട്. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് കൊണ്ട് നേടാൻ പറ്റാത്ത ഒരു കാര്യവുമില്ല. അത്രത്തോളം ശക്തിയുണ്ട് നമ്മുടെ എല്ലാവരുടെ ഉള്ളില്. പക്ഷെ ആരും അത് തിരിച്ചറിയുന്നില്ല. മനസ്സിലായോ? അപ്പം ഓരോ കാര്യത്തിന് നിങ്ങൾ ഇറങ്ങുമ്പോഴും നിങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങൾ മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുവരാനുള്ളത് നിങ്ങളുടെ മൈൻഡിനെയാണ്, നിങ്ങളുടെ മനോഭാവത്തെയാണ്. നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളില് ആ ഒരു എന്താ പറയാ ഒരു പവർ കിടക്കുന്നുണ്ട്, ആ ഒരു ശക്തി കിടക്കുന്നുണ്ട്. നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ പറ്റും എന്നുള്ള നിങ്ങളത് പൊടിതട്ടി എടുത്തിട്ട് നിങ്ങൾ തന്നെ ഒന്ന് പ്രൊമോട്ട് ചെയ്ത് നിങ്ങൾ ഓരോ കാര്യത്തെയും നോക്കി കാണുന്ന ഒരു കാഴ്ചപ്പാട്, നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് ഒന്ന് മാറ്റിയെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു 95% വിജയിച്ചു കഴിഞ്ഞു. നമുക്ക് 100% സക്സസിലേക്ക് എത്താനായിട്ട് അവിടെ വലിയ റോക്കറ്റ് സയൻസിന്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ്, നിങ്ങളുടെ മെന്റാലിറ്റി ഒന്ന് മാറ്റിയെടുത്താൽ മാത്രം മതി. നിങ്ങൾക്ക് വിജയിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് മാറ്റിയേ മതിയാവുള്ളൂ. നിങ്ങൾ നിങ്ങളോട് തന്നെ കൊടുക്കുന്ന സെൽഫ് ടോക്ക് എന്ന് പറയുന്നത് എപ്പോഴും കോൺഫിഡൻസിന്റെ ആയിരിക്കണം, സെൽഫ് റെസ്പെക്റ്റിന്റെ ആയിരിക്കണം. അവിടെയാണ് നിങ്ങളുടെ വിജയം എന്ന് പറയുന്നത്. നമ്മൾ എപ്പോഴും വിജയിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആദ്യം നമ്മൾ ബിലീവ് ചെയ്യേണ്ടത് നമ്മളെ തന്നെയാണ്, അല്ലെ? സെൽഫ് ബിലീവ്, ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടന്റ്. അപ്പം ഈ സെൽഫ് ബിലീവ് ഉണ്ടെങ്കിൽ, നിങ്ങളെ കുറിച്ച് തന്നെയുള്ള ആത്മവിശ്വാസം നിങ്ങൾക്ക് ഉണ്ട് എങ്കിൽ ബാക്കി കാര്യങ്ങളൊക്കെ എളുപ്പമാണ്. നിങ്ങൾ നോക്കി കാണുന്ന നിങ്ങളുടെ മനോഭാവം മാറും. നിങ്ങൾക്ക് ആ ഒരു സക്സസിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും. അങ്ങനെയെല്ലാം നിങ്ങളുടെ കയ്യിലേക്ക് എത്തും. നമ്മളെ തന്നെ സെൽഫ് ഡൗട്ട്, നമ്മളവിടെ സെൽഫ് ഡൗട്ട് കൊടുത്തിട്ട് നമുക്ക് സക്സസ് വേണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കുവോ? ഒരിക്കലും ഇല്ല. അപ്പൊ നിങ്ങൾ എന്താ വേണം? ഇപ്പോഴും നിങ്ങളെ തന്നെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും ഐ വിൽ വിൻ, എനിക്കിത് ജയിക്കാൻ പറ്റും, എനിക്കിത് നേടാൻ പറ്റും, ഐ വിൽ അച്ചീവ് ഇറ്റ്. നമ്മൾ ഇത് തന്നെ നിരന്തരം നമ്മുടെ മൈൻഡിനോട് പറഞ്ഞ് നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ നിന്നും ആ ഒരു കോൺഫിഡൻസ്, നമ്മൾ ആ ഒരു സംഭവത്തെ അല്ലെങ്കിൽ ഒരു സാഹചര്യത്തെ നോക്കി കാണുന്ന ആ ഒരു മനോഭാവത്തെ നിങ്ങളൊന്ന് പോസിറ്റീവ് ആക്കി കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവിടെയാണ് നിങ്ങളുടെ വിജയം എന്ന് പറയുന്നത്. നമ്മൾ എപ്പോഴും നമ്മളെ തന്നെ വിശ്വസിക്കണം. വി ഹാവ് ടു ബിലീവ് അവർ സെൽഫ്. നമ്മൾ ആദ്യം നമ്മളെ വിശ്വസിക്കുക, രണ്ടാമത് പ്രിപ്പയർ അവർ സെൽഫ്, നമ്മളെ തന്നെ തയ്യാറാക്കുക, റെഡിയാക്കുക. മനസ്സിലായോ? നിങ്ങൾക്കറിയോ, ഏറ്റവും വലിയ ഗെയിം ചേഞ്ചർ എന്ന് പറയുന്നത് നമ്മുടെ മൈൻഡിനെ നമുക്ക് മാറ്റാനുള്ള ഒരു കഴിവാണ്. നിങ്ങളുടെ മൈൻഡിനെ നിങ്ങൾ മാറ്റാനായിട്ട് തയ്യാറാവുന്നുവെങ്കിൽ അതാണ് നിങ്ങളുടെ ഗെയിം ചേഞ്ചർ എന്ന് പറയുന്നത്. എപ്പോഴും നിങ്ങളെ മൈൻഡിനോട് നിങ്ങൾ പറയുക, എനിക്ക് ഇന്ന കാര്യം നേടണമെന്നുണ്ടെങ്കിൽ, എനിക്ക് ഇന്ന കാര്യമാണ് എനിക്ക് നേടേണ്ടത് എന്നുണ്ടെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് പഠിക്കും, ഞാൻ അതിലേക്ക് ഇറങ്ങിത്തിരിക്കും, ഞാൻ സക്സസുമായിട്ടേ തിരിച്ച് ഞാൻ കയറത്തുള്ളൂ എന്നുള്ളൊരു വാശി, ആ ഒരു മെന്റാലിറ്റി നിങ്ങൾ ആദ്യമേ തന്നെ കൊണ്ടുവരിക. പിന്നെ എല്ലാം സിമ്പിൾ ആണ്, ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് അവിടേക്ക് എത്താം. കോൺഫിഡന്റ് ആയിട്ട് ഓരോ കാര്യങ്ങളും ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് അത് നിങ്ങൾ കൊണ്ടുവരിക. നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് നിങ്ങൾ മാറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും നിങ്ങളിലേക്ക് എത്തും, ഉറപ്പാണ്. നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് വേണ്ടതെല്ലാം നിങ്ങൾക്ക് കൊണ്ടുതരും. നിങ്ങൾ ആറ്റിറ്റ്യൂഡ് മാറ്റാനായിട്ട് ഒന്ന് റെഡി ആയി കഴിഞ്ഞാൽ, നിങ്ങൾ മനസ്സ് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് ഒന്ന് ചേഞ്ച് ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേടാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല. നമ്മളെ കുറിച്ചൊന്നും ആരും ചിന്തിച്ചുകൊണ്ടൊന്നും ഇരിക്കുന്നില്ല. നമ്മളെ കുറിച്ച് ചിന്തിക്കണമെങ്കിൽ അത് ആര് വിചാരിക്കണം? നമ്മൾ തന്നെ വിചാരിക്കണം. അപ്പൊ എപ്പോഴും നിങ്ങളുടെ മൈൻഡ് സെറ്റ് ഒന്ന് റെഡിയാക്കി എടുത്ത് നിങ്ങൾ തീർച്ചയായിട്ടും ഒരു സെൽഫ് കോൺഫിഡൻസ് കൊടുത്തുകൊണ്ട്, നിങ്ങളെ തന്നെ റെസ്പെക്ട് ചെയ്തുകൊണ്ട്, നിങ്ങളുടെ സെൽഫ് ടോക്ക് എപ്പോഴും പോസിറ്റീവായിട്ട് വെച്ചുകൊണ്ട് നിങ്ങളുടെ ആ ഒരു ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ ഇറങ്ങാൻ വേണ്ടിയിട്ട് ഒന്ന് ശ്രമിച്ചു നോക്കിയേ. ഇന്ന് ഈ വീഡിയോ കാണുന്ന ഈ നിമിഷം തന്നെ നിങ്ങളോടൊന്ന് പ്രോമിസ് ചെയ്തേ, എന്റെ ആറ്റിറ്റ്യൂഡ് ഞാൻ ഇന്ന് മുതൽക്ക് ഞാൻ ചേഞ്ച് ആക്കാൻ പോവാണ്. എനിക്ക് നേടേണ്ടുന്ന ലക്ഷ്യങ്ങളായിരിക്കും എന്റെ ശ്രദ്ധ എന്ന് പറയുന്നത്. അതിലേക്ക് ഞാൻ എത്തുക തന്നെ ചെയ്യും. ഒന്ന് കോൺഫിഡന്റ് ആയിട്ട് ഒന്ന് നിങ്ങൾ മെസ്സേജ് ഇട്ടേ കമന്റ് ബോക്സിൽ. ഒന്ന് കോൺഫിഡന്റോട് കൂടി എന്റെ ആറ്റിറ്റ്യൂഡ് മാറ്റിക്കൊണ്ട് ഞാൻ എന്റെ ലക്ഷ്യത്തിലേക്ക് ഞാൻ ഇന്ന് മുതൽക്ക് ഞാൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. റെഡി ആയിട്ടുള്ളവരെല്ലാം റെഡി എന്ന് കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.